വെന്ത് മരിക്കുമ്പം ആറ്റുകാലമ്മ വന്ന് നിന്നെ രക്ഷിച്ചില്ലേ? വെന്ത് മരിക്കാനാണോ നീ അങ്ങോട്ട് പോയത്? എന്ത് പാപം ചെയ്തിട്ടാണ് പൊങ്കാലയിടാൻ പോയേ? എന്തിനു വേണ്ടി? ദൈവത്തിന് കണ്ണില്ലേ? എത്രയോ യുദ്ധങ്ങൾ നടന്ന് എത്രയോ പേര് മരിച്ച് 60 കുട്ടികൾ മരിക്കുന്ന എന്തുമാത്രം നഷ്ടങ്ങളുണ്ടാവുന്നു. ഇതൊന്നും ദൈവത്തിന് തടുത്തു നിർത്താൻ പറ്റുന്നില്ലേ? ഇതൊക്കെ ഞാനൊരു കമൻറ്റ് വായിച്ചതാണ്. നിങ്ങൾ കണ്ടു കാണും. അല്ല, നിങ്ങൾ അറിഞ്ഞു കാണത്തില്ല. ഇന്ന് മരിച്ചത് അറിഞ്ഞു കാണത്തുള്ളായിരിക്കും. കാരണം നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് അടുത്ത വീട്ടിലെ കുട്ടി പൊങ്കാലയുടെ അന്ന് ഒരു സ്ത്രീ പൊള്ളലേറ്റിരുന്നു. ആ സ്ത്രീ ഇന്ന് മരിച്ചു. അപ്പം ഒരാളല്ല, ഒരുപാട് പേര് പറഞ്ഞിരുന്നു. അവരുടെ ഈ ന്യൂസ് വരുമ്പം ഇതിനകത്ത് ഉള്ള കമൻറ്റുകളാണ് ഇതൊക്കെ. ചിന്തിക്കാനുള്ളതാണ്. ആറ്റുകാൽ പൊങ്കാലയൊക്കെ പല ആൾക്കാരും നല്ലതായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ VIP-കളും വരുന്നുണ്ട്, പണക്കാരനും പാമരനും എല്ലാവരും ഉണ്ട്. അവിടെ പണക്കാരെയൊക്കെ കണ്ടോ? അവരെല്ലാം നല്ല തണലിൽ, ഇല്ലെങ്കിൽ കൊട്ടാരം പോലുള്ള വീടിൻ്റെ മുറ്റത്ത് ആരെങ്കിലും ഒരാൾ റോഡിൽ കണ്ടോ? ഇല്ല. അവർക്കും അമ്മയാണ്, പാവങ്ങൾക്കും അമ്മയാണ്. അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് സത്യമാണ്. അവരുടെ സൗകര്യത്തിന് ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ നല്ല മേക്കപ്പ് ഇട്ട് നല്ല തുടുത്ത് ചുമന്നിരിക്കുന്ന ആരെങ്കിലും ഒരാൾ വിയർത്തൊഴുകി തലയിൽ കൂടെ തുണിയൊക്കെ കെട്ടി വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? കാണത്തില്ല. അതെല്ലാം പാവങ്ങൾക്ക് മാത്രമാണ് തലയിലെല്ലാം കെട്ടി വെച്ച് വളരെയധികം കഷ്ടപ്പെട്ട് ഒക്കെ അവർ ഭയങ്കര എന്തോ പറയുന്നത് ഭക്തിയോട് വരുന്ന ആൾക്കാരാണ്. ഈ റോസ് കളറിൽ ഇങ്ങനെ റോസ് പൗഡറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നവർ ഭക്തിയല്ല, റീച്ച്, വൈറല്, സംസാര വിഷയം, ഞാൻ പങ്കിലിട്ടല്ലോ എന്നുള്ള സംസാര വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സത്യമായിട്ട് എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. വരാത്തവർ കൂടി ഇങ്ങനെ ഇപ്പം ശ്രദ്ധിച്ചാൽ നന്നായിട്ട് മനസ്സിലാവും. ഈ ഒരു മൊബൈൽ ഒക്കെ വരുന്ന നമ്മുടെ സോഷ്യൽ മീഡിയാസൊക്കെ വരുന്നതിന് മുൻപ് ഉള്ള ആൾക്കാരെയും എത്രമാത്രം ഉണ്ടായിരുന്നു, ഇപ്പം എന്തുമാത്രം ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം എല്ലായിടത്തും മൊബൈലാണ്. എല്ലാവരും എൻ്റെ പിക്ക് എടുക്കും, അവിടെ ഇവിടെയൊക്കെ ആവും, ഞാൻ ചർച്ചാ വിഷയമാവും, വൈറലാവും എന്ന് വിചാരിച്ചാണ് മിക്ക ആൾക്കാരും വരുന്നത്. അതിലും വേറെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്ത്രീക്ക് പൊള്ളലേറ്റു എന്ന് വെച്ചാൽ അവർ പൊങ്കലിടുന്നതിൻ്റെ ബാക്കിൽ ഉള്ള അടുപ്പിൽ നിന്ന് അവരുടെ സാരിയിൽ തീ പിടിച്ചതായിരിക്കും. അങ്ങനെ പൊള്ളലേറ്റു, അവർ ആശുപത്രിയിലായി. ഈ ഒരു കാര്യം ഒരു മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല. അവർക്ക് വേണ്ടത് ചാലാണ്, ഇടുപ്പിൻ്റെ മെടിപ്പുകളാണ്, റോസ് മുഖമാണ്, അതുമല്ലെങ്കിൽ പാൽ വർണ്ണമുള്ള കാലുകളാണ്. ഇതൊക്കെയാണ് അവരെടുത്തു വിടുന്നത്. അല്ലാതെ ഇങ്ങനത്തുള്ള സ്ത്രീകളെക്കുറിച്ചോ ഒന്നും ആരും മിണ്ടത്തില്ല. ഇന്നവർ മരിച്ചത് കൊണ്ട് മാത്രം നമ്മൾ അറിഞ്ഞു. ഞാനും എപ്പോഴും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, പക്ഷേ ഞാൻ പോലും ഇന്നാണ് അറിഞ്ഞത്. ഇനി കാണാത്തയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ കാണുന്ന ചാനൽ മൊത്തം അരിച്ചു പറക്കി. അങ്ങനെ പൊള്ളലേറ്റിട്ടുണ്ടോ എന്നൊരു ന്യൂസ് ഉണ്ടോ എന്ന് കാണാനായിട്ട് ഓൺലൈനാണ് നോക്കിയത്, TV അല്ല. അപ്പം ഇല്ല, അവർക്ക് വേണ്ടത് എന്താണ്? മടിപ്പുകളും ചാലുകളും റോസ് കളറും സൗന്ദര്യവും പണക്കാരെയും മാത്രമാണ്. പാവപ്പെട്ടവരെ വേണ്ട. ലാസ്റ്റ് ഈ പൊങ്കാലയെല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാം ഈ പാവപ്പെട്ടവരെല്ലാം ഇങ്ങനെ പോകുന്നു, തലയിൽ ചുമടും കൊണ്ട് അവരിങ്ങനെ വീട്ടിലേക്ക് പോകുന്നു. അരങ്ങൊക്കെ നമുക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കര നമുക്കൊരു ഭക്തി വരും. അപ്പം എന്തുമാത്രം ഒരു ഭക്തി മനസ്സിനകത്തുണ്ടായത് കൊണ്ടാണ് അവർ അങ്ങനെ വരുന്നത്. ഈ VIP-കൾ ഒന്നിനെയും ഞാൻ തലയിൽ വെച്ച് നിങ്ങളാരും കണ്ടു കാണത്തില്ല, പിന്നെ ഞാൻ കാണുന്നത് ഒരാളും തലയിൽ വെച്ച് നടന്നു പോകുന്നില്ല. അവരെ ഇട്ടിട്ട് പോവുക, എവിടെ ഇടുന്നതെന്ന് പോലും അറിയത്തില്ല. ഏതോ എടുത്താ അവരാരും വിയർക്കത്തില്ല. നമ്മുടെ പാവ അമ്മമാരെല്ലാം വിയർത്ത് ഒഴുകും. ഒരു TV ചാനലും ഒന്നോ രണ്ടോ അമ്മമാരെ മാത്രം ഇവരെടുത്ത് പോയിട്ടില്ല. ഇവരെടുത്ത് പോയി എന്താണ്, എങ്ങനെയാണ്, എന്താണ് ഒന്നും ചോദിച്ചിട്ടില്ല. അവരുടെ കാര്യം മാത്രം, VIP-യുടെ കാര്യം മാത്രം. ഇത് നമ്മളിങ്ങനെ കാണും, ഇത് എന്തിനാണ് ഇവിടെ ഇങ്ങനെ പറയുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും.
നമുക്ക് ഇതൊക്കെ ഇങ്ങനെ തോന്നുക കാണുമ്പോഴുണ്ടല്ലോ, എന്തിനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? എന്ത് കാര്യത്തിനാണ്? 100% പറയാം. പണം, സൗന്ദര്യം, റീച്ച്, വൈറല് ഇങ്ങനത്തുള്ള കാര്യത്തിലേക്ക് അങ്ങ് പോകുന്നത്. ഒരു മനുഷ്യൻ്റെ ഒരു അവൻ്റെ ഈ ഒരു എന്തോ പറയുന്നേ, ഒരു ദൗർബല്യം ഇല്ലയോ? അല്ല, ഭക്തിയാണ് എന്താണ് പറയണ്ടേ? അതൊന്നും അവർക്ക് വേണ്ട. അവർക്ക് വേണ്ടത് പണക്കാരെയും സൗന്ദര്യമുള്ളവരെയും വെളുത്തവരെയാണ്. പല ആൾക്കാരും പലയിടത്തും ഇതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ അതാണ് സത്യം. ഇനി ആരും എന്നോട് വഴക്കിന് വരരുത്. പണ്ട് എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു നിരീശ്വരവാദിയൊക്കെയാണ്. അമ്പലത്തിലൊന്നും പോകത്തില്ല. തൊണ്ട ക്രാക്കടിക്കും. ഒന്ന് കടിച്ചോട്ടെ. സോറി സോറി. അപ്പം കോവിലങ്ങ് പോകത്തില്ല. അപ്പോൾ ഈ ഞങ്ങളുടെ അച്ഛനോട് ഒരാൾ ചോദിച്ചു, അമ്പലത്തിലൊക്കെ പോകണ്ടേ, നമുക്ക് ദൈവത്തിൻ്റെ ഒരു കാരുണ്യമൊക്കെ വേണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പോഴാണെങ്കിൽ എനിക്ക് ആ കാരുണ്യമൊന്നും വേണ്ട, ഞാൻ വീട്ടിലിരുന്നോളാം എന്നൊക്കെ പറയും. അത് വേറെ രീതിയിലാണ്, അത് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അപ്പം എന്നിട്ട് പറഞ്ഞു, ദൈവം എവിടെ ഇരുന്ന് നമ്മൾ വിളിച്ചാലും ദൈവം വിളി കേട്ടോളും. വിളിക്കുന്ന വിളി നല്ല വിളിയാണെങ്കിൽ, ശുദ്ധമുള്ള മനസ്സും നല്ല മനസ്സും ഒക്കെ ആണെങ്കിൽ ദൈവം കേട്ടോളും, ഒരു കുഴപ്പമില്ലെന്നൊക്കെ ഒത്തിരി വിശദീകരിച്ച് എൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അയാൾ ഒരേ ഒരു ചോദ്യം, നിങ്ങൾക്ക് ഇപ്പം പെട്ടെന്ന് ഒരു അസുഖമോ മറ്റുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് വന്നെന്ന് വെച്ചു, നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഡോക്ടറെ വാ, എനിക്ക് അസുഖമാണ് എനിക്ക് അസുഖമാണ് എനിക്ക് അസുഖമാണെന്ന് പറഞ്ഞാൽ ഡോക്ടർ വരത്തില്ലല്ലോ, ആശുപത്രി പോയാലല്ലേ പറ്റത്തുള്ളൂ എന്ന് ചോദിക്കുന്നു. ചോദിച്ചപ്പോഴത്തേനും അവരുണ്ട് ഭയങ്കര വഴക്കാൻ. ഈ ഒരു നിരീശ്വരവാദം കാരണം എൻ്റെ അച്ഛനെ എന്നെ അറിയുന്ന ആരെങ്കിലും കണ്ട അവർക്കറിയാം, ഭയങ്കര പ്രശ്നമാണ്. അതുപോലെ കടുത്ത കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം അറിയാലോ. അത് കുറച്ചൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ടെന്നു. ഞാൻ നിരീശ്വരവാദിയൊന്നുമല്ല, പക്ഷേ അളവിൽ കൂടുതലുള്ള ഭക്തിയൊന്നും എനിക്കില്ല. നമ്മളിപ്പം ഞാനിതെല്ലാം എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 2 കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്, നിരീശ്വരവാദവും പറഞ്ഞിട്ടുണ്ട്. ആരും വഴക്കിന് വരരുത്, കമൻറ്റിലൊന്നും വന്നൊന്നും പറയരുത്. ഞാനൊരു പഞ്ചപാവമാണ്. കാണുന്ന ഒന്ന് പറയുന്നേ ഉള്ളൂ, ഒന്നും തോന്നരുത്. അപ്പം ഈ ചാനലുകാർ, ഇപ്പം ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കാര്യം പറയാൻ വന്നതാ, പറഞ്ഞു വലുതായിപ്പോയി. തീ പിടിച്ച് അതിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല. ഒരു വലിയൊരിടത്ത് ലക്ഷക്കണക്കിനുള്ള ഒരിടത്തുനിന്ന് ഒരു സ്ത്രീക്ക് തീ പിടിച്ച് അവർ ഇങ്ങനെ മരിച്ചു പോകുന്ന ഒരു പൊള്ളലേറ്റ് മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറി. അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ഒരു ക്രമീകരണങ്ങൾ കറക്റ്റായിരിക്കണമല്ലോ. ഇപ്പം തീ പിടിച്ചാൽ അത് അണയ്ക്കാനുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അതൊക്കെ ഒന്ന് സങ്കല്പിച്ച് ചെയ്യാം, ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് നടക്കും എന്നൊക്കെ. അപ്പം അതിന് പോലും അത് ഭയങ്കര ക്രൂരതയല്ല, അവർ എന്ത് ചിന്തിച്ച് നോക്കി, എത്രമാത്രം ഒരു ഭക്തിയോടും എന്തുമാത്രം ഒരു ഇതോടുകൂടി വന്ന് എന്നിട്ട് പല ആൾക്കാരുടെ കമൻറ്റ് പറയുന്നത്, എന്താണ് അമ്മ ഇറങ്ങി ഓടി വന്ന് തീ അണയ്ക്കാതിരുന്നത്, ചക്കുളത്തമ്മ ഇതൊന്നും കണ്ടില്ലേ എന്നൊക്കെയാണ്. അത് നമ്മൾ പോയി അകത്ത് നോക്കിയാൽ പിന്നെ അവനെ പച്ചത്തെറിയ, എന്തോരം തെറിയാണ് ആൾക്കാർ വിളിക്കുന്നത്. അങ്ങനെ ഉണ്ട്. അപ്പം ഇവർ ഈ എരിഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ പൊള്ളലേൽക്കുന്നതോ മരിക്കുന്നതോ ഒന്നും അത്ര മുഖ്യമല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് കടന്നുപോയി. സൗന്ദര്യമുള്ളവരും റോസ് കളറിലുള്ള ആൾക്കാരും പണമുള്ള ആൾക്കാരും അവർക്ക് വേണ്ടി മാത്രം, അവർക്ക് വേണ്ടി ചുറ്റി ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. പാവങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പില്ല. അങ്ങനെ അവരെ ശ്രദ്ധിക്കാൻ ആളില്ല. ഇവർ ആ പിക്ക് ഇവരിങ്ങനെ തലയിൽ തുണി കെട്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നതെല്ലാം കാണുമ്പോൾ നമ്മുടെ ചങ്കൊക്കെ തകർന്നു പോകും. നമ്മളിപ്പോൾ ഒരു അനിയത്തിയോ നമ്മുടെ ഒരു അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരിയോ നമ്മുടെ ഒരു രക്തബന്ധമോ അതെ നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാവും. അത് കാണുമ്പോഴേ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി. അപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാം നിരീക്ഷിച്ച് വരുമ്പം എനിക്ക് ആകപ്പാടെ കിട്ടിയത് ഇതാണ്. ഇതെന്ത് തന്തുവാണ്, ഇതെന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? ഞാൻ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സുരക്ഷ നമ്മുടെ കയ്യിലാണ്.
അപ്പം ഒരുപാട് ഇപ്പം ഇത്രയധികം ആൾക്കാർ വരുന്നിടത്ത് പോയി നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. അല്ലാതെ അല്ലെങ്കിൽ പോകാതിരിക്കണം. അത്രയും നമ്മൾ നല്ല ഭക്തിയുള്ള ആളാണെങ്കിൽ അവിടെ പൊങ്കാല ഇടുന്ന അതേ ടൈം ന്യൂസിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ ടൈം നോക്കി നമ്മുടെ വീട്ടിൽ വെച്ച് ദൈവത്തിനോട് ദൈവം കേൾക്കും, കേൾക്കാതിരിക്കത്തില്ല. മനസ്സ് ശുദ്ധമായിട്ട് വെക്കണം. കാരുണ്യവും സ്നേഹവും എല്ലാവർക്കും കൊടുത്ത് നല്ല രീതിയിൽ നമ്മളിരിക്കുകയാണെങ്കിൽ എപ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നൊരു വിശ്വാസമാണ് എനിക്ക്. നിങ്ങൾ ദൈവത്തിനെ പോയി വിളിച്ച് ദൈവത്തിനടുത്ത് പണ്ട് ഞാൻ ഇതേപോലെ എനിക്കൊരു എൻ്റെ മോൻ്റെ കാര്യത്തിന് വേണ്ടിയേ അയ്യോ ഇത്ര സമയമായോ ഞാൻ തലമുടി മുട്ടയടിച്ചു. മുട്ടയടിക്കുമ്പോൾ എൻ്റെ ആങ്ങള വന്ന് പറഞ്ഞ് മുടി മുളയ്ക്കും, നീ എന്നാൽ എൻ്റെ കൈ രണ്ടും കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിക്കണ്ടായിരുന്നോ എന്ന്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഒരു ചിന്തയായിപ്പോയി. മുടി മുട്ടയടിച്ച് വന്നതിന് ശേഷം എനിക്ക് വളരെയധികം അനുഭവിച്ചു. മുട്ടിലഴഞ്ഞായിരുന്നു. ഒരു 2 കിലോമീറ്ററായി മുട്ടിൽ നടന്നു പോകുമെന്ന് പറയും. മുട്ടെല്ലാം അങ്ങോട്ട് പൊട്ടി ഒഴുകി. പിന്നെ 2 കിലോമീറ്റർ നടന്ന് മുഖമെല്ലാം വെന്ത് പോയി. മുഖവും നമ്മുടെ സ്കിന്നെല്ലാം വെയിലല്ലേ, വെയിലത്ത് നടന്ന് സ്കിന്നെല്ലാം വെന്ത് പോയി. ആശുപത്രിയിൽ എത്ര നാളുകൾ കഴിഞ്ഞ് 2 വർഷമായി എൻ്റെ ആ മുട്ടിൻ്റെ ആ ബ്ലാക്ക് കളർ മാറാനായിട്ട്. അപ്പം ഞാൻ എന്ത് തെറ്റ് ചെയ്ത്? ഞാൻ ദൈവത്തിനോട് കാരണം മോന് വേണ്ടിയാണ് ദൈവമേ ഇങ്ങനെ ചെയ്യാം മുട്ടയടിച്ചേക്കാം. പക്ഷേ മുട്ടയടിച്ചു, വീട്ടിൽ വന്നു, 2 കിടപ്പിലായി, നടക്കാൻ പറ്റുന്നില്ല, മുട്ടിൽ പഴുപ്പും അതൊക്കെ വന്ന് നിറഞ്ഞു, ആശുപത്രി പോയി. അപ്പം ഭക്തി ആവശ്യമാണ്. അത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലുണ്ട്, എങ്ങനെയാണ് നമ്മളത് ഇത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം എന്ന് വിചാരിക്കണം. നമ്മുടെ ജീവൻ കളഞ്ഞിട്ട് ഭക്തി ഉണ്ടായിട്ട് എന്താണ് കാര്യം? നമ്മുടെ ജീവൻ വേണ്ടേ നമുക്ക് പിന്നെയും ഭക്തിയോട്ട് മുന്നോട്ട് പോകാനായിട്ട്. ഇത്രയും സമയമായി. താങ്ക് യു വെരി മച്ച്.